ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സൺറൈസ് 111. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശിവനും പാർവതിയും തമ്മിലുള്ള പരിണയം കഴിഞ്ഞ ദിവസമായിട്ടാണ് ധനുമാസത്തിലെ തിരുവാതിര അറിയപ്പെടുന്നത് അല്ലേ. വിവാഹം കഴിഞ്ഞ ആ സന്തോഷം പങ്കിടാൻ വേണ്ടി കൂട്ടുകാരോടൊത്ത് നടനമാടി സന്തോഷിച്ചു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് എല്ലാവരും കൂടി തിരുവാതിര കളി കളിച്ച് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവാതിര വ്രതത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ. തിരുവാതിര വ്രതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കാം. എന്നാലും എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുവാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ഈ തിരുവാതിര വ്രതം നോൽക്കുകയാണെങ്കിൽ ദീർഘമംഗല്യയോഗം ഉണ്ടാവുകയും കല്യാണം കഴിയുന്നതിന് മുമ്പേ ഉള്ള കുട്ടികളാണ് ഈ വ്രതം നോൽക്കുന്നതെങ്കിൽ അവർക്ക് സർവൈശ്വര്യത്തോടു കൂടിയുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ തിരുവാതിര വ്രതത്തിലൂടെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളത്. തിരുവാതിരയോടനുബന്ധിച്ച് തന്നെ മകേരിയ നാളിൽ തന്നെ വ്രതം നോൽക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. മകേരിയ നാളിലെ വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമ്മുടെ മക്കളുടെ ഐശ്വര്യമാണ് മകേരിയ നാളിലെ വ്രതം പ്രാധാന്യം ചെയ്യുന്നത്. തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയും ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം എല്ലാം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവാതിര വ്രതവും അനുഷ്ഠിക്കുന്നു. മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് തിരുവാതിരയോടനുബന്ധിച്ചുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ രേവതി നാൾ തൊട്ടേ തുടങ്ങും കേട്ടോ. ആ സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ തൊടികളിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന കൂർക്ക, കാച്ചിൽ, പച്ചക്കായ, വൻപയർ, പിന്നെ അതൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു ചേമ്പിൻ കിഴങ്ങ്, ചേന, ഇതൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പുഴുക്കാണ് പ്രധാനം. അത് വേവിച്ചിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണയൊക്കെ നനച്ചിട്ട് ആ ഒരു നാടൻ രുചി ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് കൊതിയാവുകയാണ് കഴിക്കാൻ വേണ്ടി. ഇപ്പം അതൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ഞാനത് ശ്രമിച്ച് നോക്കാറുണ്ട്. പണ്ടത്തെ അത്രയും വരില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. തിരുവാതിര നാളിൽ സൂര്യോദയത്തിന് മുമ്പായിട്ട് കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരികളായിട്ട് വീട്ടിലുള്ള കുടുംബക്കാരൊക്കെ കൂടി ചേർന്നിട്ട് തന്നെ തിരുവാതിര കളിക്കുന്ന ഒരു ആചാരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. കൂവ നൂറ് കൊണ്ട് പായസം ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അതിനു മുമ്പേ കൂവ എടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് ഉണക്കിയെടുത്തിട്ട് കൂവപ്പൊടി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അത് വെച്ചിട്ട് കൂവ നൂറെടുത്തിട്ട് പായസം ഉണ്ടാക്കുക. ഇളനീരും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പായസമാണ്. അതും അതിൻ്റെ കൂട്ടത്തിൽ ഈ കാച്ചിൽ, ചേന, ചേമ്പ്, വൻപയർ ഇതൊക്കെ ചേർത്തിട്ടുള്ള പുഴുക്ക്, ഇതൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ പ്രത്യേകത. അന്ന് പൂർണ്ണമായിട്ടും അരിയാഹാരം ഉപേക്ഷിക്കാറുണ്ട്. അപ്പം സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ആണ് ഈ നമ്മുടെ തിരുവാതിര വ്രതം നോൽക്കുന്നത്. അന്നേ ദിവസം ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മിക്ക ശിവക്ഷേത്രങ്ങളിലും അന്നേ ദിവസമായിരിക്കും ഉത്സവം. അപ്പോൾ ആ ദിവസങ്ങളിൽ ശിവഭഗവാന് വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജയും സ്വയംവര പൂജയും അങ്ങനെയുള്ള വിശേഷ പൂജകളൊക്കെ നടത്തിയാൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് വിളക്ക് കൊളുത്തി തിരുവാതിര കളിയോടുകൂടിയാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. തിരുവാതിര കളി ചുമ്മാ കളിക്കുന്നതല്ല, അതിനും പ്രത്യേകതയുണ്ട്. തലയിൽ ദശപുഷ്പം ചൂടണമെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും മത്സരത്തിന് തിരുവാതിര ഒരു ഇനമായി വരുമ്പോൾ തന്നെ ഈ ദശപുഷ്പം നിർബന്ധമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കറുക, വിഷ്ണുകാന്തി, മുക്കുറ്റി, പൂവാങ്കുരുനില, നിലപ്പന, കയ്യൂന്നി, ഉഴിഞ്ഞ, മുയൽ ചെവിയൻ, ചെറുള, തിരുതാളി, ഇതൊക്കെയാണ് ദശപുഷ്പങ്ങൾ. ഇതൊക്കെ വെറുതെ ചൂടുന്നതല്ല കേട്ടോ. ഇതിന് ഓരോന്നിനും ഓരോന്നിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. ശ്രീപരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ പാർവതീദേവി വനത്തിൽ ആടിയും പാടിയും പഴങ്ങൾ കഴിച്ചും രസിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് തിരുവാതിര നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്. അപ്പം തിരുവാതിര നാളിൽ അമ്പലത്തിൽ പോയിട്ട് ഭഗവാന് വിശേഷാൽ പൂജകൾ സമർപ്പിക്കുന്നതും അതിൻ്റെ കൂടെ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് പോകുന്നതും വളരെ നല്ല ഒരു ഐശ്വര്യ ദാമ്പത്യത്തിന് ഉതകുമെന്നാണ് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. പാതിര പൂച്ചൂടി ക്ഷേത്ര ദർശനം നടത്തി തൊഴുതു വരണം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ കഴിയുന്ന എല്ലാവരും തിരുവാതിര വ്രതം നോറ്റ് തിരുവാതിര വ്രതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.
എൻ്റെ ഓർമ്മയിലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത്. ഇത് കേൾക്കാനിടയാവുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക്